പ്രിയ വിദ്യാർത്ഥികളെ, +2 സോഷ്യോളജിയുടെ ആദ്യത്തെ 4 യൂണിറ്റുകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 5ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്തായാലും ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും അത് നിസ്സാരവൽക്കരിക്കാതെ അതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 5ാമത്തെ യൂണിറ്റ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികളെക്കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് വി നോ ദാറ്റ് ദി സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻസ് ആർ ദി ഫാക്ട്സ് ഓഫ് ലൈഫ്. ദൈനംദിന ജീവിതത്തിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകളാണ് സാമൂഹിക ബഹിഷ്കരണവും സാമൂഹിക അസമത്വവും നമ്മുടെ രാജ്യത്ത്. ഈ കാണുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഏതെല്ലാം തരത്തിലുള്ള അസമത്വങ്ങൾ അല്ലെങ്കിൽ ബഹിഷ്കരണങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കാണാൻ കഴിയും? ഓരോന്നും ഒന്ന് ചിന്തിച്ചു നോക്കൂ. കണ്ടല്ലോ, ചെറിയ കുട്ടികൾ അല്ലേ, സ്കൂളിൽ പോകേണ്ട സമയത്ത് പോലും സ്കൂളുകളിൽ പോകാൻ പറ്റാതെ അവർ ചെറിയ ചെറിയ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ചില കുട്ടികൾ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, ഭക്ഷണശാലകൾ, അതുപോലെ തന്നെ മറ്റു ചില തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ഇവിടെ നോക്കൂ, വയലൻസ് അഗൈൻസ്റ്റ് വിമൻ, പ്രിജുഡീസസ് അഗൈൻസ്റ്റ് മൈനോറിറ്റീസ്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അതല്ലെങ്കിൽ ബഹിഷ്കരണങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ നിന്നും കാണാൻ കഴിയും. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ ആർ ഫാക്ട്സ് ഓഫ് അവർ ലൈഫ്. ഇന്ത്യയുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ അസമത്വങ്ങളും ബഹിഷ്കരണവും എന്നുള്ളത്. ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? വിദ്യാലയങ്ങളിൽ പോലും അല്ലേ പലതരത്തിലുള്ള കുട്ടികൾ നേരിടുന്ന ബഹിഷ്കരണങ്ങളുണ്ട്. ദളിതായതിൻ്റെ പേരിൽ, ട്രൈബൽ ആയതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ബഹിഷ്കരണങ്ങൾ അവർ നേരിടുന്നുണ്ട്, അസമത്വങ്ങൾ നേരിടുന്നുണ്ട്. സ്ത്രീകളുടെ കാര്യങ്ങൾ പറഞ്ഞു, പൊതുസ്ഥലങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, അധിക്ഷേപിക്കപ്പെടുന്നു. അതുപോലെ ന്യൂനപക്ഷങ്ങളോടുള്ള വിദ്വേഷങ്ങൾ, വിരോധങ്ങൾ, കൂടാതെ ഭിന്നശേഷിക്കാരോടുള്ള അവഹേളനം, ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു. ഇതൊക്കെയാണ് ബഹിഷ്കരണങ്ങൾ, അസമത്വങ്ങൾ എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇറ്റ് ഈസ് എ ഫാക്ട്, ഇറ്റ് ഈസ് എ റിയാലിറ്റി ദാറ്റ് ദി ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻസ് ദാറ്റ് existed or prevalent in our society or day-to-day life. Then some views on inequalities. അസമത്വങ്ങളെക്കുറിച്ച്, ബഹിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ചില ധാരണകളുണ്ട്. പലരും ഇതിനെ പല രീതിയിലാണ് കാണുന്നത്. എന്തൊക്കെയാണ് ധാരണകൾ? Some believes inequality and exclusion as natural and inevitable. ചിലർ ഇതിനെ കാണുന്നത് അത് സ്വമേധയാ ഉണ്ടാകുന്നതാണ്. അസമത്വങ്ങളും ബഹിഷ്കരണങ്ങളും സ്വമേധയാ ഉണ്ടാവുന്നതാണ്, സ്വാഭാവികമാണ്, അത് ഇനവിറ്റബിൾ ആണ്, അതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, അനിവാര്യമാണ് എന്നുള്ള രീതിയിലാണ് ചിലർ ഇതിനെ വിലയിരുത്തുന്നത്. Then some others, they believe that inequality and exclusion are deserved and justifiable ആണ്. എന്നാൽ ചിലർ അസമത്വം അനുഭവിക്കുന്നത്, ബഹിഷ്കരണം അനുഭവിക്കുന്നത് they deserved it, അത് അവർ അർഹിക്കുന്നതാണ്, അവർ ന്യായീകരിക്കാൻ പറ്റുന്നതാണ്, അത് അവർ അതിന് വിധിക്കപ്പെട്ടവരാണ്, അത് അർഹിക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ് ചിലർ അതിനെ വിലയിരുത്തുന്നത്. Some believes if they worked harder or more intelligent they were not come this category. എന്നാൽ ചിലർ പറയുന്നത് അത് അവരുടെ ബുദ്ധി കുറവ് കൊണ്ടും കഠിനാധ്വാനം ഇല്ലായ്മ കൊണ്ടുമാണ് ഇവർ ബഹിഷ്കരിക്കപ്പെട്ടത്, അസമത്വങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ കഠിനാധ്വാനം ചെയ്യുകയും ബുദ്ധിപരമായി മുന്നോക്കം നിൽക്കുകയുമായിരുന്നുവെങ്കിൽ അവരെന്താവുമായിരുന്നില്ല, ബഹിഷ്കരിക്കപ്പെട്ടവരും അതുപോലെ തന്നെ അസമത്വം അനുഭവിക്കുന്നവരും ആവില്ല എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത്.
അപ്പൊ അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞ ആളുകളൊക്കെ ബഹിഷ്കരണത്തിനും അസമത്വത്തിനും അത് അനുഭവിക്കുന്നവരെയാണ് സമൂഹം കുറ്റപ്പെടുത്താറുള്ളത്. അത് അവരുടെ കഴിവുകേട് കൊണ്ടാണ്, അത് അവരുടെ കഠിനാധ്വാനമില്ലായ്മ കൊണ്ടാണ്, ബുദ്ധി കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള രീതിയിലാണ് അസമത്വത്തെയും ബഹിഷ്കരണത്തെയും പൊതുസമൂഹം അത് അനുഭവിക്കുന്നവരെ കുറിച്ച് വിലയിരുത്തുന്നത്. ഹാർഡ് വർക്കിനെ കുറിച്ചും ഇന്റലിജൻസിനെ കുറിച്ചും ഒരു വിഭാഗം പറയും. അത് കഠിനാധ്വാനം ചെയ്യാത്തതാണ് ഇവരുടെ പിന്നോക്കാവസ്ഥക്ക് അസമത്വത്തിന് കാരണമെന്ന് പറയുന്നവരോട് നമുക്ക് ഒരു മറുചോദ്യമുണ്ട്. കഠിനാധ്വാനമായിരുന്നു അതിനൊരു മാനദണ്ഡമെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് ആരാണ്? ഏറ്റവും പ്രയാസമുള്ള തൊഴിലെടുക്കുന്നത് ആരാണെന്ന് അന്വേഷിച്ച് നോക്കൂ അല്ലെ? വലിയ കരിങ്കൽ കോറികൾ, വലിയ ഭാരമുള്ള ജോലികൾ, അതുപോലെ തന്നെ കോൺക്രീറ്റ് തുടങ്ങിയ ഭാരമേറിയ ജോലികളൊക്കെ ചെയ്യുന്നത് പാവപ്പെട്ടവരും അസമത്വം അനുഭവിക്കുന്നവരാണ്. അപ്പൊ കഠിനാധ്വാനം ചെയ്തിട്ടായിരുന്നെങ്കിൽ ഇവരായിരുന്നല്ലോ മുന്നോട്ട് വരേണ്ടത്. അപ്പൊ കഠിനാധ്വാനം കൊണ്ട് ഉയരാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഏറ്റവും ഉന്നതിയിൽ വിൽക്കേണ്ടത് ഇത്തരം ആളുകളായിരുന്നു. ഒരു അമേരിക്കൻ പ്രോവർബ് ഉണ്ട്. എന്താണത്? If hard labor were really such a good thing, the rich would keep it all for themselves. ഒരു ലാറ്റിൻ അമേരിക്കൻ പ്രോവർബാണ്, ഒരു പഴഞ്ചൊല്ലാണ്. കഠിനാധ്വാനം അത്രയും നല്ലൊരു വസ്തു ആയിരുന്നുവെങ്കിൽ അത് ധനികർ കൈക്കലാക്കുമായിരുന്നു. അപ്പൊ കഠിനാധ്വാനമല്ല അല്ലെ, അല്ലെങ്കിൽ ഇന്റലിജൻസ് അല്ല ഏതിന്റെ? ബഹിഷ്കരണത്തിന്റെ, അതില്ലായ്മയല്ല ബഹിഷ്കരണത്തിന്റെ കാര്യം. ദി ഹാർഡ് വർക്ക് ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി ആർ മോർ ഇമ്പോർട്ടൻറ്റ് if all other things were equal but are not equal. അപ്പോൾ കഠിനാധ്വാനവും ബുദ്ധിയും ആവശ്യമാണ്, അത് അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രം മുന്നോട്ട് വരാൻ പറ്റില്ല. ഇഫ് ഓൾ തിങ്സ് ആർ ഈക്വൽ, മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ ഈക്വൽ ആണ് എങ്കിൽ അല്ലെ, ബാക്കിയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ തുല്യമായിട്ടാണ് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ കഠിനാധ്വാനവും അതുപോലെ തന്നെ ഇന്റലിജൻസും എന്താകുമായിരുന്നു? ബഹിഷ്കരണം ഇല്ലാതിരിക്കാനുള്ള ഒരു മാനദണ്ഡമാകുമായിരുന്നു. ബട്ട് ആൾ ആർ നോട്ട് ഈക്വൽ, അതേഴ്സ് ആർ നോട്ട് ഈക്വൽ. മറ്റുള്ള ഘടകങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ എന്തല്ല? ഈക്വൽ അല്ല. അതിലൊക്കെ അസമത്വം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. Perhaps the poor and marginalized are where they are because they are lacking in ability or haven't tried hard enough to improve their situation. സത്യത്തില് ഈ പാവപ്പെട്ടവരും ദരിദ്രരും അസമത്വം അനുഭവിക്കുന്നവരും അവിടെ നിൽക്കുന്നത് അവരുടെ കഠിനാധ്വാനമില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ ബുദ്ധിപരമായ പിന്നോക്കാവസ്ഥ കൊണ്ടോ ആണോ? ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അല്ല. കാരണം ബുദ്ധിപരമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഉയർത്താൻ കഴിയില്ല. ബിക്കോസ് സം അതർ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സാമൂഹ്യമായ ചില ചുറ്റുപാടുകൾ ഈക്വൽ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. നോക്കൂ, ഇവിടെ പൂറായിട്ടുള്ള ആളുകൾ, അവർക്ക് ഹൈ സ്റ്റാറ്റസ് ഇല്ല അല്ലെ, സ്കിൽഡ് വർക്കേഴ്സ്, അതുപോലെ റിച്ച് പീപ്പിൾ. അപ്പൊ വളരെ ദരിദ്രരായ ആളുകൾ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സും ഹാർഡ് വർക്കേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ഹൈ സ്റ്റാറ്റസ് ഇല്ല. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് എന്താണ്? ഹൈ സ്റ്റാറ്റസ് ഉണ്ട്. അതാണ് സമൂഹം അവർക്ക് നൽകിയിട്ടുള്ളത്. സോ ഫ്രം ദിസ് എക്സ്പ്ലനേഷൻ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് സംതിങ് സോഷ്യൽ ഇൻ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. അപ്പൊ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം, സോഷ്യലായിട്ടാണ്. സോഷ്യൽ ഇനീക്വാലിറ്റി ആണ്, സോഷ്യൽ ഇനീക്വാലിറ്റിയാണ്. എക്സ്ക്ലൂഷൻ ആർ സംതിങ് സോഷ്യൽ, അത് സോഷ്യലാണ്, സാമൂഹികമാണ്. വാട്ട് ഈസ് സോഷ്യൽ അബൌട്ട് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ? ഇപ്പൊ എന്തുകൊണ്ടാണ് അത് സോഷ്യൽ എന്ന് പറയാൻ കാരണം? ജസ്റ്റ് നോട്ട് ഇറ്റ്. ഇനീക്വാലിറ്റിയും എക്സ്ക്ലൂഷനും എന്തുകൊണ്ട് സോഷ്യൽ? ഫസ്റ്റ് റീസൺ ഈസ് ദേ ആർ നോട്ട് അബൌട്ട് ഇൻഡിവിജ്വൽ ബട്ട് അബൌട്ട് ഗ്രൂപ്പ്. അത് വ്യക്തിപരമായ ഒരു കാര്യമല്ല, അത് സാമൂഹികമായിട്ടൊരു ഘടകമാണ്. സമൂഹമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്, അതുകൊണ്ട് അത് ഇറ്റ് ഈസ് സോഷ്യൽ. സെക്കൻഡലി, ദേ ആർ സോഷ്യൽ ഇൻ ദി സെൻസ് ദേ ആർ നോട്ട് എക്കണോമിക്. സോഷ്യൽ ഇനീക്വാലിറ്റിയും എക്സ്ക്ലൂഷനും അതൊരു സാമ്പത്തികമായ ഘടകമല്ല, ഒരു സാമ്പത്തിക കാരണം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് സോഷ്യൽ, അത് സാമൂഹികമായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. തേർഡില്, ദേ ആർ സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ്. അസമത്വവും ബഹിഷ്കരണവും വളരെ ഘടനാപരമായിട്ടാണ്, അതിനൊരു പാറ്റേൺ ഉണ്ട്, അത് സിസ്റ്റമാറ്റിക് ആണ്, വ്യവസ്ഥാപിതമായി സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് സോഷ്യൽ. ഒന്നാമതായിട്ട് അത് വ്യക്തിപരമല്ല, അതുകൊണ്ട് സോഷ്യലാണ്. സെക്കൻഡലി, അത് സാമ്പത്തികപരമായ ഒരു ഘടകമല്ല, കാര്യമല്ല, അതുകൊണ്ട് അത് സോഷ്യലാണ്. മൂന്നാമതായിട്ട് ഒരു പ്രത്യേക വ്യവസ്ഥിതിയിൽ അത് പ്രവർത്തിക്കുന്നു, ഒരു ഘടന അതിനുണ്ട്, അത് വ്യവസ്ഥാപിതമാണ്. സോ സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് exclusion are social, right? Then
What is the main reason of inequality, social inequality? In every society, some people have greater share of valued resources than others. ഏതൊരു സമൂഹം എടുത്തു കഴിഞ്ഞാൽ അവിടെ സം വാല്യൂഡ് റിസോഴ്സുകളുണ്ട്, വളരെ മൂല്യവത്തായിട്ടുള്ള ചില വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങൾ ചില ആളുകൾക്ക് കൂടുതൽ ലഭിക്കുന്നു, ചില ആളുകൾക്ക് കുറച്ച് ലഭിക്കുന്നു. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ഇൻഇക്വാലിറ്റി. അതാണ് അസമത്വം. അപ്പൊ കുറച്ച് പേര് സാമൂഹിക വിഭവങ്ങൾ കൈയടക്കിയിരിക്കുന്നത്, ധാരാളം കൈയടക്കിയ കുറച്ചു പേരും അത് കിട്ടാത്ത കുറച്ചു പേരും സമൂഹത്തിലുണ്ട്. മണി, പ്രോപ്പർട്ടി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് പവർ തുടങ്ങിയ സോഷ്യൽ റിസോഴ്സുകൾ ചില വിഭാഗത്തിന്റെ അടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദീസ് സോഷ്യൽ റിസോഴ്സസ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു 3 ഫോംസ് ഓഫ് ക്യാപിറ്റൽ. ഈ സാമൂഹിക വിഭവങ്ങൾ നമുക്ക് 3 ക്യാപിറ്റലായിട്ട് തിരിക്കാൻ പറ്റും. സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ വിഭവങ്ങളെയും. ഏതൊക്കെയാണ് 3 ക്യാപിറ്റലുകൾ? എന്തൊക്കെയാണ്? ഇക്കണോമിക് ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. ഇത് ഓരോന്നും എന്താ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇക്കണോമിക് ക്യാപിറ്റൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി അസറ്റ്സ് ആൻഡ് ഇൻകം, പ്രോപ്പർട്ടി, സ്വത്ത്, മുതൽ, വരുമാനം, ഇതൊക്കെ ഉള്ള ഒരു റിസോഴ്സിനെ നമ്മൾ ഇക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സെക്കൻഡലി, കൾച്ചറൽ ക്യാപിറ്റൽ. എഡ്യൂക്കേഷൻ, പ്രൊഫഷൻ, സ്റ്റാറ്റസ്. വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ടുള്ള പദവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചറൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി, സോഷ്യൽ ക്യാപിറ്റൽ. സോഷ്യൽ ക്യാപിറ്റൽ മീൻസ് ദി നെറ്റ്വർക്ക് ഓഫ് കോണ്ടാക്ട്, സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹ്യ ബന്ധങ്ങൾ, സാമൂഹികമായിട്ടുള്ള സമ്പർക്കങ്ങൾ, ഇതാണ് നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വാല്യൂഡ് റിസോഴ്സിനെയും നമുക്ക് 3 ക്യാപിറ്റലായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഇക്കണോമിക് ക്യാപിറ്റൽ, സെക്കൻഡലി കൾച്ചറൽ ക്യാപിറ്റൽ ആൻഡ് തേർഡിലി സോഷ്യൽ ക്യാപിറ്റൽ. ഈ 3 ക്യാപിറ്റലുകൾ ദ ഡിസ്ട്രിബ്യൂട്ടഡ് നോട്ട് ഈക്വലി. അപ്പോൾ അവിടെ അണീവിനെസ് ഉണ്ട്, അസമത്വപരമായ വിതരണം ചെയ്യപ്പെട്ടതിനെയാണ് ഉള്ളത് കൊണ്ടാണ് അസമത്വം നിലനിൽക്കുന്നത്. Often these forms of capital overlap and one can be converted into other. ഇവിടെ പലപ്പോഴും ഈ ഓരോ ക്യാപിറ്റലും ഇതിങ്ങനെ സെപ്പറേറ്റ് നിൽക്കുകയല്ല, ഇത് ഓവർലാപ്പ് ചെയ്യാം, ഒന്നൊന്നിനെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഫ്രം എ വെൽ ഓഫ് ഫാമിലി, ദാറ്റ് മീൻസ് ഇക്കണോമിക് ക്യാപിറ്റൽ നന്നായിട്ടുള്ള ഒരു വ്യക്തിക്ക്, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്നൊരു വ്യക്തിക്ക്, ഹി ക്യാൻ ഒബ്റ്റെയിൻ സോഷ്യൽ ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ. സാമ്പത്തികമായ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, മൂലധനം നന്നായിട്ടുണ്ടെങ്കിൽ, വിദ്യാഭ്യാസപരമായ പദവിയും സാംസ്കാരികപരമായ പദവിയും സാമൂഹികമായ കോണ്ടാക്റ്റുകളും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് എന്താണ്? ഈ ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് ഓവർലാപ്പ് അതേഴ്സ്. അതിങ്ങനെ വേർട്ട് നിൽക്കുന്നതല്ല, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ ഓർത്തു. നൗ വി ആർ ഗോയിങ് ടു മൂവ് ദി ഡെഫിനിഷൻ. വാട്ട് ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? എന്താണ് സാമൂഹിക ശ്രേണീകരണം? എങ്ങനെയാണ് സോഷ്യോളജിസ്റ്റ് സാമൂഹിക ശ്രേണീകരണത്തെ നിർവചിച്ചിട്ടുള്ളത്? The sociologists use the term social stratification to refer to a system by which categories of people in society are ranked in a hierarchy. ഒരു സമൂഹത്തിലെ ആളുകളെ ഒരു പ്രത്യേക ഹൈറാർക്കിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെട്ടിരിക്കുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. റാങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അക്കോർഡിംഗ് ടു എ ഹൈറാർക്കി, ഒരു ശ്രേണീകരണം, പ്രത്യേക സ്റ്റാറ്റസിന്റെ പദവിയുടെ അടിസ്ഥാനത്തിൽ അവരെ തട്ടുതട്ടുകളാക്കി തിരിച്ചതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് സമൂഹശാസ്ത്രജ്ഞന്മാർ ഈ പദം ഉപയോഗിക്കുന്നത്. പാറ്റേൺസ് ഓഫ് അൺഈക്വൽ ആക്സസ് ടു സോഷ്യൽ റിസോഴ്സസ് ആർ കോമൺലി കോൾഡ് സോഷ്യൽ ഇനീക്വാലിറ്റി. പാറ്റേൺസ് ഓഫ് അൺഈക്വൽ ആക്സസ് ടു ദി സോഷ്യൽ റിസോഴ്സസ്. നേരത്തെ നമ്മൾ സോഷ്യൽ റിസോഴ്സുകൾ പറഞ്ഞു, 3 സോഷ്യൽ റിസോഴ്സുകളെ ക്യാപിറ്റലാക്കി നമ്മൾ തിരിച്ചു. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പാറ്റേൺസ് ഓഫ് അൺഈക്വൽ ആക്സസ്, ഇവിടെ അസമപരമായിട്ടാണ് ഇത് ആളുകൾക്ക് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയാം. Now here 3 basic principles to explain social stratification. സാമൂഹിക ശ്രേണീകരണത്തെ ഒന്നും കൂടെ നന്നായിട്ട് നമുക്ക് വിശദീകരിക്കാം. 3 തത്വങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 principles? First of all, the characteristic of society, not simply a functions of individual differences. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സൊസൈറ്റി, നോട്ട് അബൌട്ട് ആൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അത് വ്യക്തികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം മാത്രമല്ല, അതൊരു സാമൂഹിക സവിശേഷതയാണ്, സമൂഹത്തിന്റെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. അത് ഏതൊരു സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി ഇറ്റ് വാസ് ഇൻ സിമ്പിൾ ഫോം, ആൻഡ് ഇൻ ദി കോംപ്ലക്സ് സൊസൈറ്റി ഇറ്റ് ബിക്കെയിം വെരി കോംപ്ലക്സ് ഡ്യൂ ടു ദി സർപ്ലസ്. അപ്പോൾ അന്ന് ചെറിയ ചെറിയ തരത്തിലുള്ള സ്ട്രാറ്റിഫിക്കേഷനാണ് ഉണ്ടായിരുന്നത്. ആധുനിക സമൂഹത്തിൽ നമ്മൾ സർപ്ലസ് ഒക്കെ വന്നോട് കൂടിയിട്ട് പലതരത്തിലുള്ള വിഭജനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. സോ
ഇറ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് സൊസൈറ്റി. സെക്കൻഡ്ലി, ഇറ്റ് പെർസിസ്റ്റ് ഓവർ ജനറേഷൻസ്. തലമുറകളായിട്ട് അത് നിലനിന്ന് പോരുന്നുണ്ട്. എസ്പെഷ്യലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫാമിലി. ദി കൾച്ചറൽ ട്രാൻസ്മിഷൻ, കുടുംബം, മറ്റു സ്ഥാപനങ്ങൾ, സാംസ്കാരിക കൈമാറ്റത്തിലൂടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ട്രഡീഷണൽ ആണത്. അതൊരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എൻഡോഗമി. ജാതി വ്യവസ്ഥയിൽ എൻഡോഗമി ഉണ്ട്, സ്വകർണ വിവാഹമുണ്ട്. പഴയ കാലത്ത് അത് ആചരിച്ചിരുന്നത് കുടുംബത്തിൽ നിന്നും സാംസ്കാരിക കൈമാറ്റത്തിലൂടെ പുതിയ തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. സ്ട്രാറ്റിഫിക്കേഷൻ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു തത്വം കൂടെ നമ്മൾ മനസ്സിലാക്കും. തേർഡ്ലി, സപ്പോർട്ടഡ് ബൈ പാറ്റേൺ ഓഫ് ബിലീഫ്സ് ആൻഡ് ഐഡിയോളജി. സാമൂഹ്യ ശ്രേണീകരണം നിലനിൽക്കുന്നത് ചില ആശയങ്ങളുടെയും ചില വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ചില ഐഡിയോളജീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാസ്റ്റ് സിസ്റ്റം തന്നെ എടുക്കുകയാണെങ്കിൽ പ്യൂരിറ്റി പൊല്യൂഷൻ, ദി ബിലീഫ് ഇൻ ദി പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ശുദ്ധാശുദ്ധ സങ്കല്പം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്, അല്ലെ? ശുദ്ധരി അശുദ്ധരി എന്ന് പറയുന്ന ഒരു തരംതിരിവുള്ളത് കൊണ്ടാണ് ജാതി വ്യവസ്ഥയിലുള്ള ആ അസമത്വം അവിടെ നിലനിന്ന് പോന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് സൊസൈറ്റി. It transmits from generation to generation, and it has or had the base of beliefs and ideologies. Then people often face discrimination and exclusion because of their gender, religion, ethnicity, language, caste and disability. ഇവിടെ നമ്മൾ ഇനീക്വാലിറ്റി, അസമത്വം, ബഹിഷ്കരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ഒരു അസമത്വമോ ബഹിഷ്കരണമോ മാത്രമല്ല, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഡിസബിലിറ്റീസ്, നമ്മുടെ അവശതയുടെ പേരിലൊക്കെ സമൂഹത്തിൽ അസമത്വവും ബഹിഷ്കരണവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ ഈ സമയത്ത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇക്കണോമിക്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഇത്തരത്തിലുള്ള ഒരുപാട് തരം അസമത്വങ്ങൾ സമൂഹത്തിൽ നിരന്തരമായി നിലനിൽക്കുന്നു. Now, social inequality and social exclusions are sometimes due to the prejudices and discrimination. ഒരുപക്ഷെ ചില സമയത്ത് അത് പ്രിജുഡീസുകളായിരിക്കാം, മുൻധാരണകളായിരിക്കാം, മുൻവിധികളായിരിക്കാം, ഓർ ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങളായിരിക്കാം. പ്രിജുഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻധാരണകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Let us see it. Prejudice are pre-judgment. പ്രിജുഡീസ് നമുക്ക് എന്താ പറയാം? പ്രീ-ജഡ്ജ്മെന്റ്, മുൻവിധികളാണ്. അതായത് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന മുൻധാരണകളെയാണ് പ്രിജുഡീസ് എന്ന് പറയുന്നത്. ദി പ്രിജുഡീസസ് ആർ ബേസ്ഡ് ഓൺ സ്റ്റീരിയോടൈപ്സ്. പ്രിജുഡീസസ് ഉണ്ടാവാനുള്ള കാരണം സ്റ്റീരിയോടൈപ്സ് എന്ന് പറയും, സ്ഥിരധാരണകളാണ്. നമ്മൾ അവരെ കുറിച്ച് സ്ഥിരമായിട്ടൊരു ധാരണ ഉണ്ടാക്കുക, അതാണ് സ്റ്റീരിയോടൈപ്സ്. അപ്പോൾ സ്ഥിരധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മുൻവിധികളെയാണ് എന്ത് പറയുന്നത്? പ്രിജുഡീസസ് എന്ന് പറയുന്നത്, മുൻധാരണകൾ എന്ന് പറയും. സ്റ്റീരിയോടൈപ്സ് ആർ ഫിക്സ്ഡ് ഐഡിയാസ് ദാറ്റ് പീപ്പിൾ ഹാവ് അബൌട്ട് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ എത്നിക് ഗ്രൂപ്പ്, ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് നോട്ട് ട്രൂ. എന്താണ് മനസ്സിലായത്? പ്രിജുഡീസുകൾ എന്ന് പറയുന്നത് ഒരു വിഭാഗം മറ്റു വിഭാഗത്തെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില മുൻധാരണകളാണ്. അതെന്തായിക്കോണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് യാഥാർത്ഥ്യമാണെന്ന് തോന്നിയേക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ അത്തരം ധാരണകൾ ശരിയാവണമെന്നില്ല. നമുക്ക് മിഥ്യാധാരണയുണ്ട്, അതിങ്ങനെ ആവാം, അവരിങ്ങനെ ആണ് എന്നുള്ള ഒരു മിഥ്യാധാരണയാണെന്ന് എന്ത് പറയുന്നത്? പ്രിജുഡീസസ് എന്ന് പറയുന്നത്. ദി സ്റ്റീരിയോടൈപ്സ് ആർ പാർഷ്യലി കൊളോണിയൽ കൺസ്ട്രക്ഷൻ. നമ്മുടെ കോളനി ഭരണ കാലഘട്ടത്തിലാണ് ഏകദേശം ഇതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയത്. പ്രിജുഡീസസ് എന്ന് പറഞ്ഞ ഭാഗികമായിട്ട് ഒരു കൊളോണിയൽ കൺസ്ട്രക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കാം. സം കമ്മ്യൂണിറ്റീസ് ആർ മാർഷ്യൽ റേസസ്. ഫോർ എക്സാമ്പിൾ സിഖ്സ്, രജ്പുത്സ് എക്സെട്ര. സം ആർ കവാർഡ്. എക്സാമ്പിൾ സൗത്ത് ഇന്ത്യൻസ്, ബംഗാളീസ്. കൊളോണിയൽ കാലഘട്ടത്തിലാണ് ചില സമുദായങ്ങളെ, ചില ഗ്രൂപ്പുകളെ, പ്രത്യേകിച്ചും രജ്പുത്തർ, അതുപോലെ തന്നെ സിഖുകാരെയൊക്കെ എന്ത് ചെയ്തു, പഞ്ചാബികളൊക്കെ എന്ത് ചെയ്തു, അവരൊക്കെ മാർഷ്യൽ ക്ലാസ്സുകളാണ്, അവരൊക്കെ യോദ്ധാക്കളാണ്, അല്ലെങ്കിൽ സൈനിക ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ ധീരരായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് അവരെ പരിഗണിച്ചത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യക്കാർ, ബംഗാളികളൊക്കെ പ്രത്യേകിച്ചും ദേവർ കവേർഡ്സ്, ഭീരുക്കളാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യക്കാരെയും ബംഗാളികളൊക്കെ ഭീരുക്കളായിട്ട് ഒന്നിനും കൊള്ളാത്തവരാണെന്നും മറ്റുള്ളവർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക രജപുത്തുകൾ, അതുപോലെ തന്നെ സിഖുകാരൊക്കെ ധീരന്മാരാണെന്നുള്ള ഒരു മുൻധാരണ ഉണ്ടാക്കി വെച്ചത് കൊളോണിയൽ കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. Prejudices have no base. Most of these are constructed upon hearsays. ഈ മുൻധാരണകൾക്ക് ഒരിക്കലും എന്തില്ല, ഒരടിത്തറയില്ല, അതിനൊരു ശാസ്ത്രീയതയില്ല, മറിച്ച് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതിനെയാണ് പ്രിജുഡീസസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിജുഡീസസിന്റെ ഫലമായിട്ട് എന്തുണ്ടാവാം? അസമത്വം നിലനിൽക്കാം, ബഹിഷ്കരണ സമൂഹത്തിൽ
ഉണ്ട്. സംടൈംസ് പ്രിജുഡീസസ് മേ ബിക്കം പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചിലപ്പോൾ ഈ മുൻധാരണകൾ നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. പോസിറ്റീവ് ആകുമ്പോൾ ഞാനൊരു പ്രത്യേക ഉന്നത ജാതിയിൽപ്പെട്ട ഒരാൾ പറയണം ഞാൻ ഉന്നത ജാതിയിൽപ്പെട്ടവനാണ് എന്നുള്ള പോസിറ്റീവായിട്ട് പറയാം. നെഗറ്റീവായിട്ട് മറ്റുള്ളവർക്കെതിരെയുള്ള വെറുപ്പുകൾ ഉണ്ടാവാം, അവർ ഇൻഫീരിയർ ആണെന്നുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ തോന്നൽ ഉണ്ടാവാം. അപ്പോൾ പ്രിജുഡീസസ് മേ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ടും ഉണ്ടാകാം. നെഗറ്റീവ് മറ്റുള്ളവർ മോശക്കാരാണെന്നുള്ള ഒരു തോന്നൽ, അതാണ് നെഗറ്റീവ് പ്രിജുഡീസസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ക്രിമിനേഷൻ, അസമത്വങ്ങളും ബഹിഷ്കരണത്തിന്റെ ഒരു സവിശേഷത ഡിസ്ക്രിമിനേഷൻ എന്നും വിവേചനം. എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വൽ ബിഹേവിയർ ടുവേർഡ്സ് അതർ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ. മറ്റൊരു വ്യക്തിയോടോ ഗ്രൂപ്പിനോടോ തോന്നുന്ന യഥാർത്ഥ പെരുമാറ്റമാണ്. പ്രിജുഡീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ധാരണയാണ്, അതൊരു ആറ്റിറ്റ്യൂഡ്, അതൊരു മനോഭാവമാണ്. ഇതോ ഇറ്റ് ഈസ് എ റിയൽ ആക്ഷൻ. ഇവിടെ യഥാർത്ഥ പ്രവൃത്തിയാണ്, മറ്റുള്ളവർ നേരിട്ട് കാണിക്കുന്നതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അത് ജാതിയുടെ പേരിലാവാം, മതത്തിന്റെ പേരിലാവാം, ഭാഷയുടെ പേരിലാവാം, മറ്റേത് ലിംഗപരമായിട്ടൊക്കെ ഡിസ്ക്രിമിനേഷൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദി ഡിസ്ക്രിമിനേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് എ റിയൽ ആക്ഷൻ, ഇറ്റ് ഈസ് എ റിയൽ ആക്ട്, യഥാർത്ഥ പ്രവൃത്തിയാണ്. ബട്ട് സംടൈംസ് ഡിസ്ക്രിമിനേഷൻസ് ഈസ് കൺസീൽഡ് ഓൺ ദി ബേസ് ഓഫ് അതർ നെയിംസ്. മറ്റു തരത്തിൽ മറ്റു പേരുകൾ പറഞ്ഞ് അത് മറച്ചു വെക്കാം. അപ്പോൾ ഒരു ജോലിക്ക് ഇന്റർവ്യൂ നടത്തിയിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ടത് കൊണ്ടോ മറ്റേതെങ്കിലും ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് എന്തിൻ്റെ ഈ ജാതിയുടേതോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെടുമ്പോഴും അത് പറയുന്നില്ല, അവിടെ കൺസീൽ ചെയ്യാണ്. അവിടെ പറയുന്നത് ഇന്റർവ്യൂവിൽ കഴിവുകേടാണ്, അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ശരിയല്ല, അതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടത്. സത്യത്തിൽ അയാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത് അതൊരു ജാതിയിൽപ്പെട്ടത് കൊണ്ടോ വംശത്തിൽപ്പെട്ടത് കൊണ്ടോ മതത്തിൽപ്പെട്ടത് കൊണ്ടോ ആയിരിക്കാം. പക്ഷെ അവിടെ കാരണമായി പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകേട് കൊണ്ട് ഒഴിവാക്കി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദെൻ എക്സ്ക്ലൂഷൻ, ബഹിഷ്കരണം എന്താണ്? ബഹിഷ്കരണത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാം? Social exclusion refers to ways in which individuals may become cut off from full involvement in the wider society. വിശാലമായ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഉൾപ്പെടുന്നതിൽ നിന്നും ചില ആളുകളെ തടഞ്ഞു നിർത്തുന്നതിനെയാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതാണ് ബഹിഷ്കരണം. പരിപൂർണമായിട്ടും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അവരെ ഉൾപ്പെടുത്തില്ല, തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് എന്ത് പറയുന്നത്? എക്സ്ക്ലൂഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹ്യ ബഹിഷ്കരണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദി നീഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ മെമ്പർ ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു അംഗം എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഫുഡ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, പോലീസ്, എക്സെട്ര. ഇങ്ങനെ ഒരുപാട് ആവശ്യമായ സാധനങ്ങളുണ്ട്. ഇവിടെ നിന്നൊക്കെ ആളുകൾ അകറ്റി നിർത്തുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, വിദ്യാഭ്യാസം നിഷേധിക്കുക, പോലീസ് സഹായം കൊടുക്കാതിരിക്കുക, ഇൻഷുറൻസ് ഇതിലൊക്കെ വിട്ടുനിർത്തുക. ഇങ്ങനെയൊക്കെയുള്ള ചില വിട്ടുനിർത്തുന്നതിനെയാണ്, കട്ട് ഓഫ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പ്രിവെന്റ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഫ്രം ഹാവിങ് ഫുഡ്, എഡ്യൂക്കേഷൻ, ക്ലോത്തിങ് ആൻഡ് അതർ ഫെസിലിറ്റീസ്, അതർ ബേസിക് നീഡ്സ്. അപ്പോൾ ചില അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തികളെയോ സമൂഹത്തെയോ അകറ്റി നിർത്തുന്നതിനെയാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ എക്സ്ക്ലൂഷൻ ഈസ് നോട്ട് ആക്സിഡന്റൽ ബട്ട് സിസ്റ്റമാറ്റിക്. സാമൂഹ്യ ബഹിഷ്കരണവും യാദൃശികമായി ഉണ്ടാക്കിയതല്ല, അതും വ്യവസ്ഥാപിതമായി സാമൂഹിക, ഡ്യൂ ടു ദി സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ ഘടനാപരമായ സവിശേഷതയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, അല്ലെങ്കിൽ ഉണ്ടായതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഇറ്റ് ഈസ് നോട്ട് ആക്സിഡന്റൽ ബട്ട് ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്. സാമൂഹ്യ ബഹിഷ്കരണവും വ്യവസ്ഥാപിതമായി സമൂഹം ഉണ്ടാക്കിയത് എന്നാണ് സോഷ്യോളജിസ്റ്റ് വിശ്വസിക്കുന്നത്. Some rich people insulting or justifying this type of social exclusion. വീടില്ലാതിരിക്കുന്നത്, ബഹിഷ്കരിക്കപ്പെടുന്നതൊക്കെ ന്യായീകരിക്കുന്ന, നമ്മൾ നേരത്തെ ഇനീക്വാലിറ്റി പറഞ്ഞല്ലോ, ഇതൊക്കെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവർ ഇതിൽ ബഹിഷ്കരിക്കപ്പെട്ടത്. ഇപ്പോൾ വീടില്ലാത്ത ആളുകൾ പൊതുസ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്നത്, കടകത്തിണ്ണകളിലും പാലത്തിന്റെ ഓവർ ബ്രിഡ്ജിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുന്നത് അതവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരുപാട് പേരുണ്ട്. It is not due to their wish, it is against their wish. ഇഷ്ടം കൊണ്ടല്ല അവർ കടന്നുറങ്ങുന്നത്. ഇപ്പൊ ദരിദ്രരായ ആളുകൾ കടന്നുറങ്ങുന്ന അവർ ഇഷ്ടം കൊണ്ടാണെന്ന് പറയുമ്പോൾ ധനികരായ ആളുകൾ അവർക്കവിടെ കിടക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ന്യായീകരണം എന്തല്ല, അതൊന്നും ശരിയായ ഒരു ന്യായീകരണമല്ല. ഇതൊക്കെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്, സ്ട്രക്ചർ ഓഫ് സൊസൈറ്റിയാണ് ബഹിഷ്കരണവും അസമത്വവും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. The continuous discriminatory or insulting behavior may promote
എ വിക്ടിം ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ടു സ്റ്റോപ്പ് ട്രൈങ് ഫോർ ഇൻക്ലൂഷൻ. ജനറലി ദി എക്സ്ക്ലൂഷൻ റിസൾട്ട് ഇൻ പ്രൊട്ടസ്റ്റ്. പലപ്പോഴും ഇത്തരം ബഹിഷ്കരണങ്ങളെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നതിൽ കാരണമാവും. വൻ പ്രതിഷേധങ്ങളൊക്കെ, പ്രത്യേകിച്ചും സ്ത്രീകളായാലും അതുപോലെ ജാതിയുടെ അടിസ്ഥാനത്തിലായി മതപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നവര് ദേ ക്രിയേറ്റ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ്. ഒരുപാട് ശക്തമായ പ്രതിഷേധങ്ങൾ അവർ മുന്നോട്ട് വെക്കും. ചില പ്രതിഷേധങ്ങളൊക്കെ വിജയം കാണും. പലപ്പോഴും പ്രതിഷേധിക്കുമ്പോഴും ഇത്തരം എക്സ്ക്ലൂഷൻസ് നിലനിന്ന് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദേ സ്റ്റോപ്പ് ട്രൈങ് ടു ഇൻക്ലൂഷൻ. അതിന്റെ ഫലമായിട്ട് ഇൻക്ലൂഷന് വേണ്ടി ശ്രമിക്കുന്ന പലരും എന്ത് ചെയ്യും? അത് നിർത്താൻ സാധ്യതയുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ താഴ്ന്ന ജാതിക്കാരൊക്കെ, ഉയർന്ന ജാതികള് ക്ഷേത്രത്തിലൊന്നും പ്രവേശിക്കാൻ സമ്മതിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരുപാട് പ്രതിഷേധിച്ചു. എത്ര പ്രതിഷേധിച്ചാലും ഇവരത് സമ്മതിച്ചില്ല. സോ ദേ സ്റ്റോപ്പ്ഡ് ദി പ്രൊട്ടസ്റ്റ്. അതുകൊണ്ട് അവർ ആ പ്രതിഷേധം അവരെന്ത് ചെയ്തു? നിർത്തി. ഏത് പ്രതിഷേധം? ട്രൈങ് ടു ഇൻക്ലൂഷൻ. അവരെ ഉൾക്കൊള്ളുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അവർ ഉപേക്ഷിക്കുകയും അവരെന്ത് ചെയ്തു? ദേ ബിൽഡ് ദെയർ ഓൺ ടെമ്പിൾസ്, ദേ കൺസ്ട്രക്ട് ദെയർ ഓൺ ടെമ്പിൾസ്. അതിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള ക്ഷേത്രങ്ങളും ഒക്കെ നിർമ്മിച്ചു. ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്കറിയാം, 1888 ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപുരം പ്രതിഷ്ഠയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈഴവാസിനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം ഒരിക്കലും മുഖവിലേക്ക് എടുക്കാത്തത് കൊണ്ട് സ്വന്തമായി ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയും സ്വന്തം ഈഴവനെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഈഴവനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളത്, ഇത് എന്ത് ചെയ്തു? ഈ ബഹിഷ്കരണം അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നപ്പോൾ, അതല്ലെങ്കിൽ പ്രതിഷേധം അവർ എതിർത്തപ്പോൾ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് സ്വന്തമായ രീതിയിലേക്ക് അവർ പോയി. അപ്പോൾ ബിൽഡ് ദെയർ ഓൺ ടെമ്പിൾസ് ഓർ കൺവേർട്ട് ടു അതർ റിലീജിയൻസ്. പലപ്പോഴും ഹിന്ദു മതത്തിൽ നിന്നും ഇത്തരം പ്രതിഷേധങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാതിരുന്നപ്പോൾ പലരും എന്താ ചെയ്തത്? ഹിന്ദു മതത്തിൽ നിന്നും ബുദ്ധ മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും മറ്റു വിശ്വാസങ്ങളിലേക്കും മതപരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. അവിടെ എന്താ സൂചിപ്പിച്ചത്? പലപ്പോഴും ഈ പ്രതിഷേധങ്ങൾ വിജയിക്കാതിരിക്കുമ്പോൾ അവർ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറി മറ്റു വഴികൾ അവർ കണ്ടെത്തുന്നു. 2 എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് ബിൽഡിംഗ് ഓഫ് ഓൺ ടെമ്പിൾസ്, സെക്കൻഡലി കൺവേർഷൻ ടു അതർ റിലീജിയൻസ്. മതപരിവർത്തനമൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോഷ്യൽ എക്സ്ക്ലൂഷൻ ഈസ് അഗൻസ്റ്റ് ദി വിഷസ് ഓഫ് ദി വിക്ടിംസ്. പലപ്പോഴും ഇരകളുടെ അനിഷ്ടമാണ്, അല്ലെങ്കിൽ ഇരകളുടെ ഇഷ്ടത്തിനെതിരായിട്ടാണ് സാമൂഹ്യ ബഹിഷ്കരണം നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ? പാവപ്പെട്ടവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ല ഈ സ്ട്രീറ്റുകളിൽ കിടന്നുറങ്ങുന്നത് അല്ലെ? ദരിദ്രർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവിടെ കിടന്നുറങ്ങുന്നത്? അല്ല. അപ്പൊ ധനികരായ ആളുകള് അത് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലല്ലോ അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നത്, അവർക്കത് സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് പലപ്പോഴും ഇരകളുടെ ഇഷ്ടത്തിനെതിരായിട്ടാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻസ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൂടെ ഈ സമയത്ത് മനസ്സിലാക്കണം. സോ ഇൻ അവർ കൺട്രി, ലൈക്ക് മോസ്റ്റ് അതർ കൺട്രീസ് ഓഫ് ദി വേൾഡ്, ഇറ്റ് പ്രാക്ടീസ് ദി സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റി. ലോകത്തുള്ള മറ്റു സമൂഹങ്ങൾ പോലെ തന്നെ ശക്തമായിട്ട് സാമൂഹ്യ ബഹിഷ്കരണങ്ങളും സാമൂഹികമായ വിഭജനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അറ്റ് ഡിഫറെന്റ് പീരിയഡ്സ് ഓഫ് ഹിസ്റ്ററി, പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ്സ് അറൗസ് അഗൈൻസ്റ്റ് കാസ്റ്റ്, ജെൻഡർ, റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ. നമ്മൾ ഇന്ത്യൻ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ, വിവേചനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹിഷ്കരണങ്ങൾക്കെതിരെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ ഇനീക്വാലിറ്റി, എക്സ്ക്ലൂഷൻ ആർ ഫാക്ട്സ് ഓഫ് അവർ ലൈഫ്. ഫാക്ട്സ് ഓഫ് ഇന്ത്യ എന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതകളാണ് സാമൂഹ്യ ബഹിഷ്കരണവും സാമൂഹിക അസമത്വം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ, സ്ത്രീകൾക്കുള്ള അതിക്രമങ്ങൾക്കെതിരെ, അതുപോലെ ജാതിയുടെയും വർഗത്തിന്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധങ്ങൾ, അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. Then how to solve the problem? Legislation alone can't stop these discrimination or exclusion. നിയമത്തിന് മാത്രം അല്ലെങ്കിൽ നിയമനിർമ്മാണം കൊണ്ട് മാത്രം നിർത്താൻ പറ്റുന്ന ഒന്നല്ല സാമൂഹ്യ ബഹിഷ്കരണവും അസമത്വവും. Why? Because it is social. But we have to create awareness against the social inequality and discrimination. അസമത്വത്തിനും സാമൂഹ്യ ബഹിഷ്കരണത്തിനും എതിരെ നമുക്ക്
ബോധവാന്മാരാക്കുക. വിദ്യാർത്ഥികളെ, സമൂഹത്തെ ബോധവാന്മാരാക്കിക്കൊണ്ട് മാത്രമേ അത് മാറ്റാൻ കഴിയുകയുള്ളൂ. ലെജിസ്ലേഷൻ alone is unable to transform society or produce lasting social change. A constant social campaign to change awareness and sensitivity is required to break them. നിയമനിർമ്മാണം കൊണ്ട് മാത്രം നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയില്ല. ഒരു സോഷ്യൽ ക്യാമ്പയിൻ ജനങ്ങളുടെ ഇടയിൽ അവബോധം ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ക്യാമ്പയിനിലൂടെ മാത്രമേ ഇത്തരം ബഹിഷ്കരണങ്ങൾക്കെതിരെയും അസമത്വത്തിനെതിരെയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. ഇൻ ദിസ് ചാപ്റ്റർ വി ഫോക്കസ് ഓൺ 4 such groups who have suffered from serious social inequality and exclusion. ഈ ചാപ്റ്ററിന്റെ തുടർഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ അസമത്വവും ബഹിഷ്കരണവും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന 4 പ്രധാന ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദളിതർ അനുഭവിക്കുന്ന അസമത്വങ്ങളെക്കുറിച്ചും ഗോത്രവർഗക്കാർ, ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, വിമൺ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ബഹിഷ്കരണങ്ങളെക്കുറിച്ച്, ഡിഫറൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾ അനുഭവിക്കുന്ന അവശതകളെക്കുറിച്ചുമാണ് തുടർ ടോപ്പിക്കുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്രയുമാണ് 5ാമത്തെ ചാപ്റ്ററിൻ്റെ ആമുഖമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.